ഹായ് സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് അലി പാളയനക്കടി. നമ്മുടെ വീട്ടിലൊക്കെ ബാത്റൂമിൽ, ടോയ്ലറ്റിൽ, ലാട്രിനിലൊക്കെ ഇതേപോലെ സോപ്പ് ബോക്സുകൾ വെക്കലുണ്ട്. സോപ്പ് ബോക്സ് കുറച്ച് നനഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ ഓളൊക്കെ അടഞ്ഞ് ആകെ വൃത്തികേടായി സോപ്പൊക്കെ അരിഞ്ഞ് കുഴകുഴാന്നായി സോപ്പിൻ്റെ അടിഭാഗത്തും ഒക്കെ ഒലിച്ചിറങ്ങി ആകെ ഒരു വൃത്തികേടായിരിക്കുക. സോപ്പ് എടുക്കാൻ തന്നെ മടിയാവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നിന്ന് ഇതെങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം കാണിച്ച സോപ്പ് പെട്ടികളൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ആക്സോ ബ്ലേഡായിട്ട് നമുക്ക് ഓരോന്ന് വരഞ്ഞു കൊടുക്കാം. നീളത്തിലൊരു 3-4 വീതിയിലൊരു 3 ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ആദ്യം കട്ട് ചെയ്യാണ്ട് ഞാൻ പറയണ പോലെ കാണിക്കണ പോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കി. എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കണ്ടാൽ ഇത് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ സോപ്പ് ഇങ്ങനെ കുഴന്നോ വളുവളുന്നതിനൊന്നും ആകില്ല. സോപ്പ് ഉണങ്ങിയിട്ടുണ്ടാവും. ഒരാഴ്ച ഉപയോഗിക്കുന്ന സോപ്പ് 2-3 ദിവസം കൂടി കൂടുതൽ ഉപയോഗിക്കുക. ഇങ്ങനെ ഇതേ ചാലുകളിൽ നമ്മൾ ഇതേപോലെ ഓരോ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. 3-4 ക്രോസിലും 3-4 വീതിയിലും ഇട്ട് വെക്കുക. ചിലവൊന്നുമില്ലാത്തൊരു ഐഡിയ ആണ്, അതുകൊണ്ട് കാണിക്കുകയാണ്. നമുക്ക് സോപ്പൊക്കെ ഇങ്ങനെ അലിഞ്ഞിട്ടായി വൃത്തികേടായി സോപ്പ് ബോക്സ് വൃത്തികേടാവില്ല. സോപ്പൊക്കെ ഉണങ്ങി വൃത്തിയായിട്ട് ഇരിക്കും ചെയ്യും. ഇതാണ്ട ഈ റബ്ബർ ബാൻഡിന് മേലെ സോപ്പ് ഇരിക്കുള്ളൂ. 3 കാണിക്കണമെന്നൊന്നുമില്ല, 1 കാണിച്ചാലും മതി. വാഷ് ബേസിനിലെ ഹാൻഡ് വാഷ് വെച്ചില്ലെങ്കിൽ ഇതാണ് വാഷ് ബേസിൻ്റെ അവിടെ സുഖമായിട്ട് വെക്കാം, ഒരു വൃത്തികേടും ഇല്ല. പിന്നെ അതുപോലെ ബാത്റൂമിലൊക്കെ ഫിക്സഡ് സോപ്പ് ബോക്സ് ആണെങ്കിൽ നമുക്ക് ഈ നീളത്തിൽ മാത്രം ഒരു 5-6 വെക്കുക. അതിൻ്റെ മേലെ ഇതേപോലെ വെക്കാം. വേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ഗുഡ് ബൈ. നല്ല വൃത്തിയായിരിക്കും. സോപ്പ് ഉണങ്ങിയിട്ടുണ്ടാവും ചെയ്യും. കൂടുതൽ ഉപയോഗിക്കും.